പത്തനംതിട്ടയിലേക്കാണ്. അവിടെ മെഡിക്കൽ പരിശോധനയ്ക്കിടെ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് പിന്തുടർന്ന് പിടികൂടി. പിടിച്ചുപറി കേസിലെ പ്രതി കരിമ്പിനാക്കുഴി വിപിനാണ് ജനറൽ ആശുപത്രിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അബിലാൽ കൂടുതൽ കാര്യങ്ങൾ പറയും. അബിലാൽ, എന്താണ് അവിടെ സംഭവിച്ചത്? ഈ പ്രതി ആശുപത്രിയിൽ നിന്ന് ഓടി ഒരുപാട് ദൂരത്തേക്ക് എത്തിയോ? എന്താണ് പോലീസ് ഇതേക്കുറിച്ച് പറയുന്നത്? വൈകുന്നേരം 8:45 സംഭവം. 2019 രജിസ്റ്റർ ചെയ്ത ഒരു പിടിച്ചുപറി കേസിലെ പ്രതിയാണ് പത്തനംതിട്ട കരിമ്പിനാക്കുഴി സ്വദേശിയായ വിപിൻ. ഇയാളെ വൈകുന്നേരത്തോടു കൂടിയാണ് പത്തനംതിട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് 8:45 പോലീസ് വാഹനത്തിൽ 4 പോലീസുകാരുടെ അകമ്പടിയോടുകൂടി ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കുകയായിരുന്നു. വാഹനത്തിൽ നിന്നും വിലങ്ങ് അഴിച്ച ശേഷമാണ് പ്രതിയെ അത്യാഹിത വിഭാഗത്തിൽ ഡോക്ടർ എത്തിച്ചത്. ഇതിനിടെയാണ് 4 പോലീസുകാരുടെ കണ്ണുവെട്ടിച്ച് വിപിൻ പുറത്തേക്ക് ചാടിയത്. പ്രതി കടന്നു കളഞ്ഞാൽ പണി പോകും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നതിനാൽ തന്നെ പോലീസുകാർ 4 പേരും പ്രതിക്ക് പിന്നാലെ പായുകയായിരുന്നു. ആശുപത്രി പരിസരം പിന്നിട്ട് ഏറെക്കുറെ 300 മീറ്റർ ദൂരം കൂടി പ്രതി ഓടി. മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിന് പരിസരത്ത് എത്തുന്ന ഘട്ടത്തിലാണ് ഇയാൾ കാൽ വഴുതി റോഡിൽ വീഴുകയും കാലമായി പരിക്കേൽക്കുകയും ചെയ്തത്. അവിടെ വെച്ചാണ് പോലീസുകാർ ഇയാളെ പിടികൂടുന്നത്. നാട്ടുകാരായ ഏതാനും പേരും ഈ സംഭവത്തിന് സാക്ഷികളായി അങ്ങനെ പോലീസുകാർക്ക് പിന്തുണയുമായി അവരും പ്രതിക്ക് പിന്നാലെ ഓടിയ സ്ഥിതിയുണ്ട്. ഏറ്റവും ഒടുവിൽ അയാളെ കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിൽ എത്തിച്ച് പരിശോധിച്ചപ്പോൾ അയാളുടെ കൈയുടെ പൊട്ടലുണ്ടായി എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അയാൾ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. നാളെ വിശദമായ സ്കാനിങ്ങിന് ശേഷം തുടർ ചികിത്സയുടെ കാര്യത്തിൽ തീരുമാനമാകും. എന്തായാലും പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായ ഒരു സാഹചര്യമാണ്. കാരണം കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ പ്രതിയെ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഓടിച്ചിട്ടവർക്ക് പിടികൂടാൻ സാധിച്ചു എന്നുള്ളതാണ്. ശരിയാണ്. എന്തായാലും അബിലാൽ പറഞ്ഞ പോലെ കസ്റ്റഡിയിലായ പ്രതി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പോലീസിന് വല്ലാത്തൊരു പൊല്ലാപ്പാണ്. എന്തായാലും പ്രതിയെ ഓടിച്ചിട്ട് പോലീസുകാർ പിടികൂടിയിട്ടുണ്ട്. CK അബിലാലാണ് വിവരങ്ങൾ നൽകിയത്.